ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാർ അനേകർ വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചവരായിരുന്നു. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിന് ഉത്തമമായി യാഗം കഴിച്ചെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിനുശേഷം എബ്രായ ലേഖനം 11-ന്റെ 5 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അള്ളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർക്കുവാനിടയായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അനേക വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടിക കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ വാഗ്ദത്തം പ്രാപിച്ച നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ ചെയ്ത ദൈവം നമുക്ക് വേണ്ടി ഈ 2025 വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ വിശ്വസ്തനായിട്ടുള്ള ദൈവമാണ്. നമ്മൾ ഇപ്രകാരം നമ്മൾ വായിക്കും. തുടർന്ന് നമ്മൾ ഈ 11-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ ആമേൻ സ്തോത്രം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയെ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുവാനുള്ളതാണ്. ദൈവം നമുക്ക് വാഗ്ദത്തം തരുന്നവൻ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള വാഗ്ദത്തങ്ങളെ വിശ്വാസത്താൽ അത് പ്രാപിച്ചെടുക്കുവാൻ നമ്മളെല്ലാവരും ഒരുക്കപ്പെട്ടവരായിരിക്കും. 2025 ഏതെങ്കിലും വിഷയത്തിൽ വാഗ്ദത്തങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പിതാക്കന്മാർ പോലെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അത് പ്രാപിക്കുന്നവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവർ സാഹചര്യങ്ങളെ നോക്കാതെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ വാഗ്ദത്തം പ്രാപിക്കുവാനിടയായി തീർന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾക്കായി കാത്തിടാം. ആത്മീയമായിക്കോട്ടെ, ഭൗതിക വിഷയങ്ങളായിക്കോട്ടെ, എന്ത് വിഷയമായിരുന്നാലും വാഗ്ദത്തങ്ങളെ കാത്തിരുന്ന് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പറയുകയുണ്ടായി. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം, വിശ്വാസത്താൽ അത് കണ്ടിടുന്നു, പ്രാപിച്ചിടും ഞാൻ വേഗം അത്, സ്വർഗീയ അനുഗ്രഹം പ്രാപിച്ചിടും. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ടെങ്കിൽ 2025 തീർച്ചയായിട്ടും വാഗ്ദത്തം നിറവേറി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ 1-2 വരികൾ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം, വിശ്വാസത്താലതു കണ്ടിടുന്നു. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം, വിശ്വാസത്താലതു കണ്ടിടുന്നു. പ്രാപിച്ചിടും ഞാൻ വേഗമത്, സ്വർഗീയാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പ്രാപിച്ചിടും ഞാൻ വേഗമത്, സ്വർഗീയാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം, വിശ്വാസത്താലതു കണ്ടിടുന്നു. കൈകൾ കൊട്ടി ഞാൻ ആരാധിച്ചിടും, സ്തോത്രം പാടി ഞാൻ സ്തുതിച്ചിടുമേ. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം, വിശ്വാസത്താലതു കണ്ടിടുന്നു. ഇന്നയോളം താതൻ കൂടെയുണ്ട്, കരുതിയിടുമെനിക്കായി നന്മകൾ. ഇന്നയോളം താതൻ കൂടെയുണ്ട്, കരുതിയിടുമെനിക്കായി നന്മകൾ. ഭാരമില്ല എനിക്കു അതു നിശ്ചയം, നേടിടും ഞാനതു വിശ്വാസത്താൽ. ഭാരമില്ല എനിക്കു അതു നിശ്ചയം, നേടിടും ഞാനതു വിശ്വാസത്താൽ. കൈകൾ കൊട്ടി ഞാൻ ആരാധിച്ചിടും, സ്തോത്രം പാടി ഞാൻ സ്തുതിച്ചിടുമേ. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം, വിശ്വാസത്താലതു കണ്ടിടുന്നു.
കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം. വിശ്വാസത്താലതു കണ്ടിടുന്നു. യേശുവിൻ നാമത്തിൽ ആരാധിക്കാം. വ്യാധികൾ മാറുന്നു, ഭൂതങ്ങൾ പോകുന്നു. യേശുവിൻ നാമത്തിൽ ആരാധിക്കാം. വ്യാധികൾ മാറുന്നു, ഭൂതങ്ങൾ പോകുന്നു. എന്തൊരത്ഭുതം ദൈവത്തിൻ പ്രവൃത്തി, എത്ര വർണ്ണിച്ചാലും മതിയാകുമോ? എന്തൊരത്ഭുതം ദൈവത്തിൻ പ്രവൃത്തി, എത്ര വർണ്ണിച്ചാലും മതിയാകുമോ? കൈകൾ കൊട്ടി ഞാൻ ആരാധിച്ചിടും, സ്തോത്രം പാടി ഞാൻ സ്തുതിച്ചിടുമേ. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം. വിശ്വാസത്താലതു കണ്ടിടുന്നു. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം. വിശ്വാസത്താലതു കണ്ടിടുന്നു. ഇത്രമാം നല്ലൊരു നാമമല്ലാതെ സ്തുതിക്കുവാൻ യോഗ്യം വേറെയുണ്ടോ? ഇത്രമാം നല്ലൊരു നാമമല്ലാതെ സ്തുതിക്കുവാൻ യോഗ്യം വേറെയുണ്ടോ? യേശുവിൻ നാമം മാധുര്യനാമം, അത്ഭുതനാമം, മഹത്വനാമം. യേശുവിൻ നാമം മാധുര്യനാമം, അത്ഭുതനാമം, മഹത്വനാമം. കൈകൾ കൊട്ടി ഞാൻ ആരാധിച്ചിടും, സ്തോത്രം പാടി ഞാൻ സ്തുതിച്ചിടുമേ. കൈകൾ കൊട്ടി ഞാൻ ആരാധിച്ചിടും, സ്തോത്രം പാടി ഞാൻ സ്തുതിച്ചിടുമേ. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം. വിശ്വാസത്താലതു കണ്ടിടുന്നു. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം. വിശ്വാസത്താലതു കണ്ടിടുന്നു. പ്രാപിച്ചിടും ഞാൻ വേഗമത് സ്വർഗീയാനുഗ്രഹം. പ്രാപിച്ചിടും ഞാൻ, പ്രാപിച്ചിടും ഞാൻ വേഗമത് സ്വർഗീയാനുഗ്രഹം. പ്രാപിച്ചിടും ഞാൻ. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം. വിശ്വാസത്താലതു കണ്ടിടുന്നു. കണ്ടിടും ഞാൻ എൻ്റെ വാഗ്ദത്തം. വിശ്വാസത്താലതു കണ്ടിടുന്നു. അതേ പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ കുടുംബങ്ങൾക്കും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.